നമ്മുടെ ഒരു 5-6 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ രാവിലെ ആരംഭിച്ചാണ് നമ്മുടെ പളനിയിലെ പഞ്ചാമൃതം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ മല്ലപ്പള്ളിയിലുള്ള നമ്മുടെ ബൈച്ചേട്ടൻ നമ്മുടെ വീട്ടിലെ രുചി ഈ ഒരു സംരംഭത്തിനെ പറ്റി നേരത്തെ ഒത്തിരി നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. പഞ്ചാമൃതമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 25 ലിറ്റർ പഞ്ചാമൃതമാണ് ഇന്ന് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അതിൻ്റെ ഒരു രഹസ്യമാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ നിങ്ങളോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എവിടെയായാലും ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പഞ്ചാമൃതം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് സെക്ഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് തണുത്തിട്ട് ഇതിനകത്ത് തേനൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിൻ്റെ സംരംഭകനായ ബൈച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ബൈച്ചേട്ടൻ, നമ്മുടെ പഞ്ചാമൃതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമൃതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാമൃത കൂട്ടിയുള്ള ഒരു പായസമാണ്, സ്പെഷ്യൽ പായസമാണ്. അതെ. ഒന്ന് നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കണ്ടൻസ്? ഇതിൻ്റെ അത് ഈന്തപ്പഴമുണ്ട്. ഈന്തപ്പഴം. ഇത് കാട്ടുതേനാണ്. കാട്ടുതേനാണ്. നമ്മുടെ സാധാ തേനല്ല, കാട്ടുതേൻ തന്നെ ഒഴിക്കണം, അല്ലെ പഞ്ചാമൃതം കേടായി പോകും. ശരി. ഇത് മറയൂർ ശർക്കരയാണ്. മറയൂർ ശർക്കര അത് പൊടിച്ചു വെച്ചേക്കും.